ഹലോ ഫോർത്ത് ഇയേഴ്സ്, ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള വേറൊരു ടോപ്പിക്കാണ് നേഴ്സിംഗ് ഓഡിറ്റ്. ഓക്കെ, അപ്പം അതും വളരെയധികം നേഴ്സിംഗിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നേഴ്സിംഗ് ഓഡിറ്റ്. അതിനകത്ത് മെയിൻലി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് അല്ലെങ്കിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ആൻഡ് വാട്ട് ആർ ദ പർപ്പസ്, ഒബ്ജക്റ്റീവ്സ്, ടൈപ്സ് ഓഫ് ഓഡിറ്റ് ഏതൊക്കെയാണ്, പിന്നെ നേഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതെല്ലാം. ഓക്കെ, അപ്പം അതിനകത്ത് ആദ്യമേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ഓഡിറ്റ്, നേഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എ തറോ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് ടു ഇവാലുവേറ്റ് ഓവറോൾ നേഴ്സിംഗ് കെയർ റിസീവ്ഡ് ബൈ ദ പേഷ്യൻറ്റ് എന്ന് വേണേൽ സിമ്പിളായിട്ട് പറയാം. ഇറ്റ് ഈസ് എ തറോ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് ടു ഇവാലുവേറ്റ് ദ ഓവറോൾ നേഴ്സിംഗ് കെയർ റിസീവ്ഡ് ബൈ എ പേഷ്യൻറ്റ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ ജനറലി പെർഫോംഡ് ബൈ എക്സ്പീരിയൻസ്ഡ് നഴ്സസ് ഓർ എ കമ്മിറ്റി ഹു ഡു നോട്ട് ജനറലി വർക്ക് ഇൻ ദ വാർഡ് done during the patient's hospitalization or after discharge from the hospital. ഇങ്ങനെ 3 ആസ്പെക്റ്റുകൾ. ഒന്നുകിൽ ഈ ഓഡിറ്റ് നടക്കുന്ന പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ തന്നെ ആയിരിക്കാം, അതല്ലെങ്കിൽ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷമാണ്. അത് യൂഷ്വലി ചെയ്യുന്നത് എക്സ്പീരിയൻസ്ഡ് നേഴ്സസ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്മിറ്റി ആയിരിക്കും. പക്ഷേ അവർ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവരാവണമെന്നില്ല. പിന്നെ എ തറോ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് ടു ഇവാലുവേറ്റ് ദ ഓവറോൾ നേഴ്സിംഗ് കെയർ റിസീവ്ഡ് ബൈ ദ പേഷ്യൻറ്റ്. അതിനാണ് നേഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ നേഴ്സിംഗ് ഓഡിറ്റ് ഈസ് എ പ്രോസസ് ഓഫ് തറോ ഇൻവെസ്റ്റിഗേഷൻ മെയ്ഡ് ടു ഇവാലുവേറ്റ് ഓവറോൾ നേഴ്സിംഗ് കെയർ റിസീവ്ഡ് ബൈ എ പേഷ്യൻറ്റ്, ജനറലി പെർഫോംഡ് ബൈ ദ എക്സ്പീരിയൻസ്ഡ് നഴ്സസ്. ചിലപ്പോൾ ഒത്തിരി സീനിയറായിട്ട് റിട്ടയർ ചെയ്ത ആൾക്കാരോ ഒക്കെ ആകാൻ നേരത്തെ നന്നായിട്ട് വർക്ക് ചെയ്ത് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തതിനൊക്കെയാം. ഓർ എ കമ്മിറ്റി ഇറ്റ് ക്യാൻ ഓൾസോ ഡു, ഓർ അപ്പം അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് നേഴ്സിംഗ് ഓഡിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഡെബിറ്റ് ക്രെഡിറ്റ് സിസ്റ്റം ആൻഡ് ഡെബിറ്റ് സിസ്റ്റം ഈസ് നെഗറ്റീവ് ഇൻ നേച്ചർ വിച്ച് എംഫസിസ് ഓൺ ഇൽനെസ്, whereas the credit system is positive in nature and it emphasis on health. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡെബിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നെഗറ്റീവ് ഇൻ നേച്ചറായിട്ടുള്ള ഡെബിറ്റ് സിസ്റ്റത്തിൻ്റെയും പോസിറ്റീവ് നേച്ചറുള്ള ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെയും ബേസിസിലാണ് ഈ പറയുന്ന നേഴ്സിംഗ് ഓഡിറ്റ് നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഓഡിറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഡെബിറ്റ് സിസ്റ്റം ഈസ് നെഗറ്റീവ് ഇൻ നേച്ചർ വിച്ച് എംഫസിസ് ഇൻ ഇൽനെസ്, whereas credit system is positive in nature and it emphasis on health. So what is the concept of nursing audit എന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം. പലരും ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് 2 സിമ്പിൾ ഡെഫിനേഷൻ ഞാൻ എടുത്തിരിക്കുന്നത്, പഠിക്കാനൊക്കെ എളുപ്പമുള്ളത്. അക്കോർഡിംഗ് ടു Ellison, ELISON, that is the person who defined it. So according to Ellison, nursing audit refers to assessment of the quality of clinical nursing. അതായത് പേഷ്യൻറ്റിന് കിട്ടുന്ന ക്ലിനിക്കൽ നഴ്സിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് പറയുന്നതാണ് നേഴ്സിംഗ് ഓഡിറ്റിംഗ് എന്നാണ് എലിസൺ എന്ന് പറയുന്ന ആൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ഒരാൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഗോസ്റ്റർ വാൽഫർ എന്ന് പറയുന്ന ഒരാൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ഗോസ്റ്റർ വാൽഫർ, നേഴ്സിംഗ് ഓഡിറ്റ് ഈസ് ആൻ എക്സസൈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഗുഡ് നേഴ്സിംഗ് പ്രാക്ടീസ് ഈസ് ഫോളോഡ്. അതായത് ഒരു ആശുപത്രിയിൽ വന്ന് കിടന്ന രോഗിക്ക് നല്ല നേഴ്സിംഗ് കെയർ ആണോ കിട്ടിയതെന്ന് കണ്ടുപിടിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണ് നേഴ്സിംഗ് ഓഡിറ്റ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് ഈസ് ഗോസ്റ്റർ വാൽഫറിൻ്റെ ഡെഫിനിഷനാണ്. ഇറ്റ് ഈസ് ദ നേഴ്സിംഗ് ഓഡിറ്റ് ഈസ് ആൻ എക്സസൈസ് ടു ഫൈൻഡ് ഔട്ട് വെദർ ഗുഡ് നേഴ്സിംഗ് പ്രാക്ടീസ് ഈസ് ഫോളോഡ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് നോക്കിയാൽ, എന്തിനു വേണ്ടിയാണ് നേഴ്സിംഗ് ഓഡിറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ഇവാലുവേറ്റിംഗ് നേഴ്സിംഗ് കെയർ ഗിവൺ, അതായത് പേഷ്യൻറ്റിന് കൊടുക്കുന്ന നേഴ്സിംഗ് കെയർ എത്രമാത്രം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താൻ വേണ്ടി. പിന്നെ അച്ചീവ്സ് ഡിസൈർഡ് ആൻഡ് ഫീസിബിൾ ക്വാളിറ്റി ഓഫ് നേഴ്സിംഗ് കെയർ, അതായത് ഒരു രോഗി ഒരു ആശുപത്രി വരുമ്പം അയാൾക്ക് ഇന്ന നേഴ്സിംഗ് കെയർ കൊടുക്കണമെന്നുള്ളത് നേരത്തെ എസ്റ്റാബ്ലിഷ് ഒക്കെ ചെയ്തിരിക്കും. അതിനാന്ന് പറയുന്നത് ഡിസൈർഡ് നേഴ്സിംഗ് കെയർ വിച്ച് ഈസ് ഡിസൈഡ് ടു ബി ഗിവൺ ടു ദ പേഷ്യൻറ്റ്. ഇന്ന കൊടുക്കണം
ഇന്ന ഒരു രോഗി ആശുപത്രി വന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ അത് കൊടുക്കാൻ കഴിയുന്നുണ്ടോ, കൊടുത്താൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി എത്രമാത്രമാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ഒരു രോഗി ആശുപത്രി വരുമ്പോൾ തന്നെ ഇന്ന കെയറൊക്കെ കൊടുക്കണമെന്നുള്ളൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. അന്ന് അവർ കൊടുക്കണമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞോ, ആലോചനയിലിരുന്നാൽ മാത്രം പോരല്ലോ, അത് അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടെ കഴിയണ്ടേ. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ചെയ്ത നേഴ്സിംഗ് കെയറിന് എത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതിൻ്റെ ഇതിൻ്റെ വേറൊരു പർപ്പസ്. പിന്നെ ഇറ്റ്സ് എ സ്റ്റിമുലൻറ്റ് ഫോർ ബെറ്റർ റെക്കോർഡ്സ്. അതായത് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എഴുതി എവിടെയെങ്കിലുമൊക്കെ വെച്ച് എത്രമാത്രം രോഗികൾ ഒരു ആശുപത്രിയിൽ വരുന്നത്, അപ്പോൾ അവർക്ക് എന്തെല്ലാം കൊടുത്തു, എന്തൊക്കെ കെയറാണ് കൊടുത്തത്, അതെങ്ങനെയാണ് കൊടുത്തത്, അത് സ്റ്റാൻഡർഡൈസ്ഡ് ആയിരുന്നോ, അതിനെത്രമാത്രം ചാർജ് ചെയ്തു, അതാരൊക്കെയാണ് ചെയ്തത്, ഈസ് ഇറ്റ് അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി ഹെൽത്ത് കെയർ പ്രൊവിഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ ഇത് എവിടെയെങ്കിലുമൊക്കെ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും ഇതൊക്കെ രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനങ്ങളും കൂടെ വേണം. അതാണ് പറയുന്നത് ഇറ്റ് ഫോക്കസ് ഓൺ കെയർ, ഇറ്റ് ഇസ് എ സ്റ്റിമുലൻറ്റ് ബെറ്റർ റെക്കോർഡ്സ് അല്ലേ. അപ്പം എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് നന്നായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു അവസ്ഥ ഇത് എൻകറേജ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരു 10 വർഷം മുമ്പേ വന്നു കിടന്നൊരു പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യം അറിയണമെങ്കിലോ അന്വേഷിക്കണമെങ്കിലോ അതിൻ്റെ അന്നത്തെ നേഴ്സിംഗ് കെയർ ഇപ്പോഴത്തേതുമായിട്ടൊക്കെ ഒന്ന് ഡിഫറെൻ്റ് ആയതുകൊണ്ടൊന്ന് കമ്പയർ ചെയ്യണമെങ്കിലൊക്കെ ആര് പറയും ഇതൊക്കെ? അന്ന് കൊടുത്ത നേഴ്സിംഗ് കെയർ കൊടുത്ത ആരെങ്കിലും അടുത്തെങ്ങാനും കാണുമോ? കാണത്തില്ല. അപ്പോൾ ആ പെർട്ടിക്കുലർ പേഷ്യൻ്റെ കേസ് ഷീറ്റോ കേസ് റെക്കോർഡോ എടുത്താൽ അതിനകത്ത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇതെല്ലാം കാണും. ആ പേഷ്യൻ്റെ പേര് പലയിടത്തും അഡ്മിഷൻ രജിസ്റ്ററിലുണ്ടാകാം, ഡിസ്ചാർജ് രജിസ്റ്ററിലുണ്ടാകാം. പിന്നെ ആ പേഷ്യൻ്റ് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് അണ്ടർഗോ ചെയ്തോ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. അതിലൊക്കെ ഈ പേഷ്യൻറ്റിൻ്റെ പ്ലേസ് ഉണ്ടാകാം. അപ്പം അതങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പിന്നെ ഒരു റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയോ വല്ലതും നടത്തണമെമ്പോഴോ ഒക്കെ തന്നെ ഇതൊക്കെ യൂസ്ഫുൾ ആകണമെങ്കിൽ അതെല്ലാം വെൽ അറേഞ്ച്ഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. അങ്ങനെ റെക്കോർഡിംഗ് സിസ്റ്റത്തിന് ഈ ഓഡിറ്റിങ് വളരെയധികം എൻകറേജ് ചെയ്യും, ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതാണ് പറയുന്നത് സ്റ്റിമുലൻറ്റ് ബെറ്റർ റെക്കോർഡിംഗ് എന്ന്. പിന്നെ ഇറ്റ് ഫോക്കസ് ഓൺ കെയർ പ്രൊവൈഡർ നോട്ട് ഓൺ കെയർ പ്രൊവൈഡർ എന്ന് പറഞ്ഞാൽ ഈ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നേഴ്സിംഗ് കെയർ കൊടുക്കുന്ന ആളിനല്ല അവിടെ പ്രാധാന്യം. പക്ഷേ ഫോക്കസ് ഓൺ ദ കെയർ, എന്ത് കെയറാണോ അവർക്ക് കൊടുക്കുന്നതെന്നുള്ളതിനാണ് അവിടെ സിഗ്നിഫിക്കൻസ്, അല്ല ആര് കൊടുക്കുന്നു എന്നുള്ളതിനല്ല. അല്ലെങ്കിൽ എന്ത് കെയർ പേഷ്യന് കിട്ടി എന്നുള്ളതിനാണ് കൂടുതൽ എംഫസിസ് നേഴ്സിംഗ് ഓഡിറ്റിൽ കൊടുക്കുന്നത്. പിന്നെ ഇറ്റ് കോൺട്രിബ്യൂട്ട് ടു റിസർച്ച്. പല കാര്യങ്ങളിലും പുതിയ പഴയ കാര്യങ്ങൾ പലവരും തിരുത്താനോ അല്ലെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യണമെങ്കിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുന്ന ആക്ടിവിറ്റീസിനാണ് നമ്മൾ റിസർച്ച് എന്നൊക്കെ പറയുന്നത് അല്ലേ. അങ്ങനെ റിസർച്ചിനെ വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യും ഈ ഓഡിറ്റിങ്. മനസ്സിലായോ? അത് ഓഡിറ്റിങ്ങിൽ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഒക്കെ കണ്ടുപിടിച്ച് എഴുതി നിജപ്പെടുത്തി തിട്ടപ്പെടുത്തിയൊക്കെ വെക്കുക, റെക്കോർഡ് ചെയ്തൊക്കെ വെക്കുന്നതിനാണല്ലോ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഓഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പല കാര്യങ്ങളും ഭാവിയിൽ പലർക്കും റിസർച്ച് നടത്താനൊക്കെ ഇത് ഉപകാരപ്പെടും. മനസ്സിലായോ? പിന്നെ ഇതിന് ചില ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട് ഈ പറയുന്ന ഓഡിറ്റിന്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ, ടു ജസ്റ്റിഫൈ ദ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്. അതായത് പേഷ്യൻറ്റിന് കെയർ കൊടുക്കുമ്പോൾ ഒരുപാട് മെറ്റീരിയൽ റിസോഴ്സസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും പണം വേണം. ഇപ്പോൾ ഓരോ എക്യുപ്മെൻറ്റ്സ് പ്രവർത്തിക്കണമെങ്കിലും സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ് വേണമെങ്കിലോ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് മേടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒത്തിരി സൊഫസ്റ്റിക്കേറ്റഡ് ആയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ വേണ്ടതാണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ റിസോഴ്സസിനും വേണ്ടി എത്രമാത്രം മണി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ ICU കിടക്കുന്നുണ്ടെങ്കിൽ ഒരു ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ ICU ചാർജ് കിടക്കുന്നതിനൊക്കെ പെർ ഡേ ഒരുപാട് രൂപയെ അവർ ചാർജ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അവിടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് പേഷ്യന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാകാം, പലതും ഡിസ്പോസിബിളായിട്ട് ഉപയോഗിക്കുന്നുണ്ടാകാം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മാക്സിമം സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ സർജിക്കൽ സെപ്സിസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ നേഴ്സിനെ തന്നെ ഒരു പേഷ്യനെ നോക്കാൻ ഒരു നേഴ്സിനെ നിർത്തണം. 1:1 എന്നുള്ള റേഷ്യോയിൽ നേഴ്സസ് അവിടെ ഉണ്ടാകണം. അപ്പോൾ അവർക്ക് വേണ്ട കൊടുക്കുന്ന സാലറി കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ICU കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ഒരു ബേൺസ് യൂണിറ്റ് കിടക്കുന്ന പേഷ്യൻ്റെ കോസ്റ്റ് കൂടുതല, ഒരു ഡയാലിസിസ് യൂണിറ്റ് കിടക്കുന്ന പേഷ്യൻ്റെ കെയർ കൂടുതല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ അതായത് സ്റ്റഡി ചെയ്യാൻ വേണ്ടി, അതായത് ടു ജസ്റ്റിഫൈ ദ കോസ്റ്റ് ഇൻകേർഡ് ഓൺ ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സസ്, അത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ ടു സ്റ്റഡി ദ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ എഗൻസ്റ്റ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ.
അതായത് ഇന്ന കെയർ കൊടുക്കണ പേഷ്യൻറ്റിന് ഓരോ ഏരിയയിലും വരുന്ന പേഷ്യൻ്റ് ഇന്ന കെയർ കൊടുക്കണമെന്ന് അവർ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത് വെച്ചതിൻ്റെ ക്വാളിറ്റി എത്രമാത്രം ഉണ്ട്. ദാറ്റ് ഇസ് ടു സ്റ്റഡി ദ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ എഗൻസ്റ്റ് ഡിഫൈൻഡ് ക്രൈറ്റീരിയ. പിന്നെ ടു ടേക്ക് റെമഡിയൽ ആക്ഷൻ ടുവേർഡ്സ് ദ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. അതായത് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു ആശുപത്രി വന്ന് കിടന്നാൽ അവർ കൊടുക്കുന്ന പണത്തിന് അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഹോസ്പിറ്റൽ ബില്ലിന് അനുസൃതമായിട്ടായിരിക്കണം അവർക്ക് കിട്ടുന്ന കെയറും കൂടെ. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന കൊടുക്കുന്ന പേയ്മെൻറ്റും അവർ കിട്ടുന്ന കെയറിനും കൂടെ ടാലി ചെയ്ത് പോകണോ, അങ്ങനെ പോയില്ലെങ്കിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ വേണ്ടി വരും എന്നൊക്കെ അറിയാനും ഈ പറയുന്ന ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യും. ടു ടേക്ക് റെമഡിയൽ ആക്ഷൻസ് ടുവേഴ്സ് ദ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്. അതായത് പേഷ്യൻ്റ് ഒരുപാട് രൂപ പേ ചെയ്തിട്ട് പോകുന്നതാണ്, അതിന് മാത്രം ഇത്രമാത്രം ഹോസ്പിറ്റൽ ബില്ല് പേ ചെയ്തേക്കുന്നത്, പക്ഷേ അതിനനുസരിച്ചുള്ള കെയർ അവർക്ക് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലയോ, അങ്ങനെ എന്തെങ്കിലും ഗ്യാപ്പ് ഇതിന് ബിറ്റ്വീൻ ഉണ്ടോ, ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒബ്ജക്റ്റീവിൽ വരും. പിന്നെ ടു അസസ് കോമ്പിറ്റൻസ് ഓഫ് നേഴ്സിംഗ് സ്റ്റാഫ്. അതായത് അവിടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നേഴ്സിംഗ് കെയർ കൊടുക്കുന്ന ആൾക്കാർക്ക്, അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് വേണ്ടത്ര കോമ്പിറ്റൻസും എഫിഷ്യൻസിയും ഉണ്ടോ എന്ന് നോക്കാൻ. മനസ്സിലായോ? അത് അത്ര ഓരോരുത്തർക്ക് ഓരോ ഏരിയയിലും വർക്ക് ചെയ്യുമ്പോൾ അവിടെ അത്ര പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ളവർ വേണം, ഓപ്റ്റിമം കെയർ കൊടുക്കണം. ഇപ്പോൾ ഒരു നിയോനേറ്റൽ ICU ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഇൻറ്റൻസീവ് കെയർ യൂണിറ്റാണ്. അവിടെ പേഷ്യൻ്റ് എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്നൊന്നും പറയാനുള്ള കഴിവുള്ള പേഷ്യൻ്റ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ പ്രിമച്ചർ ബേബി ആയിരിക്കും, അതിന് എക്സ്ട്രീം കെയർ വേണം. പിന്നെ സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷനാണ്, അല്ലെ പേഷ്യൻ്റെ കുട്ടികളാണ്ട് സസെപ്റ്റബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഏത് ഇൻഫെക്ഷനും വരാം. ആ തരത്തെ ആൾക്കാരെ അവിടെ വിസിറ്റേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. പിന്നെ എപ്പോഴും കൈവാഷ് ചെയ്യണം. കുട്ടി എടുക്കുന്നതിന് മുമ്പും വേറൊരു കുട്ടി എടുക്കുന്നതിന് മുമ്പ് കൈവാഷ്, ഓരോ കുട്ടിക്കും ഓരോ ഗൗൺ വേണം. അങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ കോസ്റ്റ്, അവിടുത്തെ കെയറിനുള്ള കോസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ടു മേക്ക് റെമഡിയൽ ആക്ഷൻ ടുവേർഡ്സ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്, അതായത് അവിടെ ഇഫക്റ്റീവ്നെസ് കുറവാണെങ്കിൽ അത് ഇഫക്റ്റീവ് ആക്കാൻ വേണ്ടിയുള്ള റെമഡിയൽ മെഷേഴ്സ് കണ്ടുപിടിക്കണം. പിന്നെ ടു അസസ് ദ കോമ്പിറ്റൻസ് ഓഫ് ദി നേഴ്സ്. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ ഓരോരുത്തർക്കും വർക്ക് ചെയ്യുന്നതിന് വേണ്ടത്ര എക്സ്പീരിയൻസും നോളജും ഒക്കെ ഉണ്ടോ, അവർക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ അവിടെ കിടക്കുന്ന പേഷ്യൻറ്റിനെ ബെറ്ററായിട്ട് എഫിഷ്യൻ്റായിട്ട് കെയർ ചെയ്ത് കൊടുക്കാനുള്ള കഴിവും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ടു പ്രിവെൻറ്റ് റെപ്പറ്റീഷൻ ഓഫ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ചില കാരണങ്ങളോട് ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ അത് പിന്നെ റിപ്പീറ്റ് വീണ്ടും അത് ആവർത്തിക്കാതിരിക്കാനുള്ള എന്നുള്ള ഒരു ഒബ്ജക്റ്റീവും ഈ പറയുന്നതിൻ്റെ ഒബ്ജക്റ്റീവിൽ പെടും. ഓക്കെ. പിന്നെ ഇനി ടൈപ്പ് ഓഫ് ഓഡിറ്റ് എത്രയുണ്ടെന്ന് നോക്കാം. എത്ര തരം ഓഡിറ്റ് ഉണ്ട്? ദർ ആർ മെയിൻലി 2 types ഓഡിറ്റ്സ്, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. ഇനി ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് കണ്ടിന്യൂസ്ലി ബൈ ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതായത് അത് ഓട്ടോമാറ്റിക്കലി വാർഡ് കിടക്കുമ്പം തന്നെ അവിടുത്തെ ഉള്ള വർക്കേഴ്സ് തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ ഓഡിറ്റ്. അവർ കെയർ കൊടുക്കുന്ന പേഷ്യൻറ്റിനെയും അവിടുത്തെ സംവിധാനങ്ങളെപ്പറ്റി, അവിടുത്തെ എൻവയൺമെൻറ്റിനെ പറ്റി, അവിടുത്തെ കൊളീഗ്സിനെ പറ്റി ഒക്കെ അറിയാം. അപ്പോൾ അത് വെച്ച് അവർ തന്നെ നടത്തുന്ന ഓഡിറ്റിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെക്കിംഗ് ആൻഡ് ക്ലാസിഫൈങ് ദ ക്ലിനിക്കൽ റെക്കോർഡ്സ്. ഈ കൊടുക്കുന്ന കെയർ എല്ലാം തന്നെ എഴുതി എവിടെയെങ്കിലും വെക്കുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോൾ തന്നെ മെഡിക്കേഷൻ ചാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്തൊക്കെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. പേഷ്യൻ്റ് ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷന് വിട്ടിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കും. പേഷ്യൻ്റ് അവിടെ കിടന്നപ്പോൾ എത്രമാത്രം ലിനൻ പേഷ്യൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, എത്രമാത്രം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഉപയോഗിച്ച്, എത്ര ഡ്രഗ്സ് വാങ്ങിച്ചിട്ടുണ്ട്, ഇതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ആണ് ഇൻറ്റേർണൽ ഓഡിറ്റ് നടത്തുന്നത്. അത് കണ്ടിന്യൂസ്ലി ബൈ ദ ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ചെക്കിംഗ് ആൻഡ് ക്ലാസിഫൈയിങ് ദ ക്ലിനിക്കൽ റെക്കോർഡ്സ്. ആ റെക്കോർഡ്സ് നോക്കിയതെല്ലാം മനസ്സിലാവും. അപ്പോൾ അത് റെക്കോർഡ്സ് നോക്കിയാലല്ലേ ഇത് കണ്ടുപിടിക്കാൻ പറ്റൂ. ആ നോക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് കണ്ടുപിടിച്ച് അത് കാറ്റഗറൈസ് ചെയ്ത് എഴുതി പിന്നെ ഒരിക്കലും അത് ഉപയോഗിക്കത്തക്കോ ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയത്തക്ക രീതിയിലോ ആക്കി വെക്കുന്നതിനാണ് നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നതും കൂടെ പറയാം. ഓക്കെ. ഇനി എക്സ്റ്റേണൽ ഓഡിറ്റ് ഉണ്ട്. എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ ഔട്ട്സൈഡ് ഏജൻസി which periodically tests the completeness and accuracy of internal audit. ഇപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റ് ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ചെയ്തേക്കുന്ന ഓഡിറ്റൊക്കെ പ്രോപ്പർലി ആണോ എന്ന് നോക്കാൻ വേണ്ടി ഈ ഓഡിറ്റിങ്ങിലൊക്കെ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ വെളിയിൽ നിന്ന് വിളിച്ച് അത് വീണ്ടും ചെക്ക് ചെയ്യിക്കും. അതിനാണ് നമ്മൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ എക്സ്റ്റേണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ ആൻ ഔട്ട്സൈഡ് ഏജൻസി which periodically test the completeness of the accuracy of internal audit. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഓഡിറ്റ് രണ്ടും, ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റ്. അത് ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇൻറ്റേർണൽ ഓഡിറ്റ് ഈസ് ഡൺ ബൈ ദ പേഴ്സൺസ് ഹു ആർ വർക്കിംഗ് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്കലി.
എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത് അതല്ല, വെളിയിൽ നിന്ന് ആൾക്കാരെ വിളിച്ച്, ഇതിനകത്ത് പ്രത്യേക എക്സ്പീരിയൻസ് ഉള്ളവരെ വെളിയിൽ നിന്ന് വിളിച്ച്, അല്ലെങ്കിൽ വെളിയിലെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് ഇൻറ്റേർണലി നടക്കുന്ന ഓഡിറ്റ് ശരിയായിട്ടൊക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതിനാണ് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇനിയും നേഴ്സിംഗ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നേഴ്സിംഗ് ഓഡിറ്റേഴ്സ്, അതായത് ഈ നേഴ്സിംഗിൽ ഓഡിറ്റ് നടത്തുന്ന ആൾക്കാരെയാണ് നേഴ്സിംഗ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവിടെ രണ്ട് തരമുണ്ട്, ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്. ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് ആർ നേഴ്സിംഗ് എക്സ്പേർട്സ് ഫ്രം വിതിൻ ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ, ഇച്ചിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാരെയും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി, ഓഡിറ്റിംഗ് നടത്താൻ വേണ്ടി നിയോഗിക്കുക. അതിനാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ പ്രായമായ ആൾക്കാർ, എക്സ്പീരിയൻസ് ഉള്ളവരും ഈ നേഴ്സിംഗ് ഫീൽഡിൽ നല്ല നല്ല നോളജ് ഉള്ളവരും ഒക്കെ ആയിരിക്കും. അവരുടെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒക്കെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൺക്ലൂഡ് ചെയ്യാനും അതിനെപ്പറ്റി നിജപ്പെടുത്താനും ഒക്കെ കഴിവുള്ളവരായിരിക്കും. അവരാണ് ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്. എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ആൻഡ് മെഡിക്കൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫ്രം മിനിസ്ട്രി ഓർ അതർ ഏജൻസി ഓർ പ്രൊഫഷണൽ അസോസിയേഷൻ ലൈക്ക് TNI. അപ്പോൾ എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അവിടെ അകത്തുള്ളവരല്ല അത് ഓഡിറ്റ് ചെയ്യുന്നത്. വെളിയിൽ നിന്ന് ആൾക്കാർ, അതിന് സ്പെഷ്യലൈസ്ഡ് ഏജൻസി തന്നെയുണ്ട്, അവരെ വിളിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിലെ ഇൻസൈഡിൽ വീണ്ടും ഓഡിറ്റ് നടത്തുന്നതിന് എക്സ്റ്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജസ് ഒക്കെ എന്താണെന്ന് നോക്കിയാൽ, യൂസ്ഡ് ആസ് എ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഇൻ ഓൾ നേഴ്സിംഗ് ഏരിയാസ്. അതായത് നേഴ്സിംഗ് ഏരിയാസിലെല്ലാം തന്നെ നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ഒരു നിജസ്ഥിതി കണ്ടെത്തുക, അതൊക്കെ എന്തൊക്കെയാണ് നടന്നത് എന്നൊക്കെ പല പല കാര്യങ്ങളിൽ ആര് ചോദിച്ചാലും ഉത്തരം കൊടുക്കത്തക്ക എന്ന രീതിയിൽ ഒരു കൺക്ലൂഷനിൽ കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഇൻ ഓൾ നേഴ്സിംഗ് ഏരിയാസ്. പിന്നെ സെവറൽ ഫങ്ഷൻസ് ആർ ഈസിലി അണ്ടർസ്റ്റുഡ് അല്ലേ. ഇപ്പം നമുക്ക് അല്ലെങ്കിലും അറിയാമല്ലോ, ഒരു തുണി ഒത്തിരി വെച്ചേക്കുന്ന ഒരു അലമാര, അതിനകത്ത് തുണിയൊന്നും അടുക്കും പൊതുക്കിയല്ല വെച്ചേക്കുന്നത്, അത് തുറന്നു കഴിഞ്ഞാൽ ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. അതേസമയം ഇതെല്ലാം കൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വെൽ അറേഞ്ച്ഡ് ആയിട്ട്, ഇപ്പോൾ സാരി എല്ലാം ഒരിടത്ത്, ബ്ലൗസ് എല്ലാം ഒരിടത്ത്, അല്ലെങ്കിൽ ചുരിദാർ എല്ലാം ഒരിടത്ത്, അണ്ടർ ഗാർമെൻറ്റ്സ് എല്ലാം ഒരിടത്ത്, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാനും, അത് എത്രയും ഡെഫിഷ്യൻസി ഉണ്ടോ, കൂടുതലുണ്ടോ, അതിലേതെങ്കിലും അയൺ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ ഇടാൻ വയ്യാത്ത ഏതെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചാൽ കാര്യങ്ങൾ എളുപ്പമാക്കും. പെട്ടെന്ന് പോയി നമുക്ക് രാവിലെ ധൃതി വെച്ചൊന്ന് പോകണം, ഇന്ന് നേരത്തെയാണ് ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഓടിച്ചെന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് തപ്പിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. അതായത് സെവറൽ ഫങ്ഷൻസ് ആർ ഈസിലി അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നത് അതുപോലെ ആശുപത്രിയിൽ നടക്കുന്ന പല പല ഫങ്ഷനെയും നല്ലപോലെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓഡിറ്റിംഗ് പ്രോപ്പർലി ഉണ്ടെങ്കിൽ, അല്ലേ. ഇപ്പം തന്നെ എനിക്ക് ഒരു മെഡിക്കൽ വാർഡിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുക, നിങ്ങളുടെ ഒരു മെഡിക്കൽ വാർഡിൽ ഒരു മാസം എത്ര പേഷ്യൻസാണ് വരുന്നത്, അതിൽ ഓരോ കാറ്റഗറി എത്രയാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള എത്രയുണ്ട്, അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻസ് എത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും എഴുതി കണക്കാക്കി വെച്ചെങ്കിൽ മാത്രമല്ലേ ആൾക്കാർക്ക് പറയാൻ പറ്റൂ. അല്ലടാ കുറേ ഇവിടെ വന്നായിരുന്നു, ഞങ്ങൾ ഓർക്കുന്നില്ല അത് എത്രയുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓഡിറ്റിങ്ങിന് ഒരു സിസ്റ്റമാറ്റിക് റെപ്രസെൻറ്റേഷൻ എപ്പോഴും ഉണ്ട്. അതാണ് പറയുന്നത്, അസസ് ദ വർക്ക് ഓഫ് ഓൾ ഇൻവോൾവ് ഇൻ നേഴ്സിംഗ് കെയർ. അതായത് നേഴ്സിംഗ് കെയറിൽ ഇൻവോൾവ് ചെയ്തേക്കുന്ന എല്ലാ ആൾക്കാരെ പറ്റും വ്യക്തമായിട്ടും ഉള്ള അതിനകത്തുള്ള റെപ്രസെൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ഓഡിറ്റേഴ്സിൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ ഓഡിറ്റേഴ്സ് വന്ന് നോക്കിയിട്ട് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ട് പോകും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു വാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ പെർ വീക്ക് അല്ലെങ്കിൽ പെർ ഡേ ഇത്ര നഴ്സസ് വീതം വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാഴ്ച വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും പേര് വർക്ക് ചെയ്തു, അതൊരു മാസത്തിലാക്കി, ഒരു വർഷത്തിലാക്കുമ്പോൾ എന്നിട്ട് അതിനെ അവരുടെ സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവർക്ക് പറയാൻ പറ്റും ഒരു വർഷം അവിടെ നേഴ്സസിന് എത്രമാത്രം ശമ്പളം കൊടുത്തുന്നു, അല്ലേ. അപ്പോൾ അത് കണക്ക് കൂട്ടി, അങ്ങനെ പല വാർഡിലെ കണക്ക് കൂട്ടുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് ഫോർ ദ സ്റ്റാഫ് നഴ്സസ് എത്രയായി. അപ്പോൾ അവരുടെ ഈ വരുമാനവുമായിട്ട് അത് തട്ടിച്ച് നോക്കാനും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യത്തിൽ തീരുമാനം എടുക്കാനും ഒക്കെ കഴിയണമെങ്കിൽ ഇങ്ങനെയുള്ള കണക്കും ആ തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ എവിടെയെങ്കിലും ആൾക്കാരാരെങ്കിലും കൃത്യമായിട്ട് നോക്കി എവിടെയെങ്കിലും ഒക്കെ റെക്കോർഡ് ചെയ്ത് നിജപ്പെടുത്തിയോ വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ആരെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റും, അല്ലേ. ഇപ്പോൾ അവിടെ കിടന്ന ICUയിൽ തന്നെ എത്ര പേഷ്യൻ്റ്, അത് ഏത് തരം പേഷ്യൻ്റാണ്, കാർഡിയക് പേഷ്യൻ്റാണോ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് പേഷ്യൻ്റാണോ. അപ്പോൾ അതിനകത്ത് കുറേ കൂടെ മെഡിക്കലി റിലേറ്റഡ് പേഴ്സൺസും കൂടെ ആശുപത്രിയിലുള്ളവരും തന്നെയൊക്കെ വേണം. എങ്കിൽ മാത്രമേ ഒരു ലേ പേഴ്സണെ കൊണ്ടൊരു ഓഡിറ്ററായിട്ട് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇതൊന്നും ചിലപ്പം ചെയ്യാൻ പറ്റില്ല എന്ന് വരും, അല്ല ചെയ്താൽ പോലും അത് പ്രോപ്പർലി ആകണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് അസസ് ദ വർക്ക് ഓഫ് ഓൾ ഇൻവോൾവ് ഇൻ നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ആക്ട് ആസ് എ യൂസ്ഫുൾ ടൂൾ ആസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. അതായത് എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ക്വാളിറ്റി അഷുറൻസ് വേണമെന്നുണ്ട്. അതായത് ദ ക്വാളിറ്റി ഓഫ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ദ ക്വാളിറ്റി ഓഫ് ദി പേഴ്സൺ വർക്കിംഗ് ദെയർ, ദ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ ക്വാളിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ദേ ആർ ഗിവിങ് ടു ദ പേഷ്യൻസ് ഓർ ദ പബ്ലിക്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ ആശുപത്രി അടച്ചുപൂട്ടാൻ ചിലർ പറഞ്ഞിരിക്കും, ഇന്ന കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അങ്ങനെ വരുന്നതുകൊണ്ട് ക്വാളിറ്റി അഷുറൻസിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഓഡിറ്റിങ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്.
മനസ്സിലായി. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ടോട്ടൽ ഒരു ആശുപത്രിയിൽ എത്ര പേഷ്യൻ്റ്, ഏത് തരമൊക്കെ പേഷ്യൻ്റ് വന്ന് കിടക്കുന്നത്, എത്രയൊക്കെ സർജറി നടന്നു, അല്ലെ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എത്രയാണ്, അപ്പോൾ അത് പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പോൾ പേഷ്യൻ്റ് നേഴ്സ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ത്? INC പറയുന്നുണ്ട് അങ്ങനെ നേഴ്സസിനെ വർക്കിങ്ങിന് എംപ്ലോയ് ചെയ്താൽ മാത്രമേ ആപ്റ്റായിട്ടുള്ള നഴ്സിംഗ് കെയർ ഈ പറയുന്ന പേഷ്യൻസിന് കിട്ടൂ. അപ്പോൾ അത്രയും നേഴ്സസ് അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് സ്റ്റാൻഡർഡൈസ്ഡ് കെയർ അല്ല കിട്ടുന്നതെന്നല്ലേ. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അതാണ് പറയുന്നത്. ആക്ട് ആസ് എ യൂസ്ഫുൾ ടൂൾ ആസ് എ പാർട്ട് ഓഫ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം. ഓക്കെ, ഇനി അതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് എ ടീം ഓഫ് ട്രെയിൻഡ് ഓഡിറ്റേഴ്സ്. അത് ഇതിനെപ്പറ്റിയൊക്കെ നല്ല പല കാര്യങ്ങളും കണക്ക് കൂട്ടാനും ഒക്കെ വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ അറിയാവുന്ന ആൾക്കാരാവണം. ആർക്ക് വേണേലും പോയി ഓഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, പിന്നെ ഇതൊരു ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ് അല്ലേ. കണക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ 100 ബുക്കും തുറന്ന് വെച്ച് അതിനകത്ത് ഓരോ മാസത്തെ എടുത്ത് കാറ്റഗറൈസ് ചെയ്യണം, അത് അവിടെ എഴുതണം ഇവിടെ എഴുതണം, എങ്കിൽ മാത്രമേ ആൻസർ പറയാൻ പറ്റൂ. അങ്ങനെ ഇപ്പോൾ ഒത്തിരി ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ്. പിന്നെ ഡീൽസ് വിത്ത് നമ്പർ ഓഫ് ഇൻഫർമേഷൻ. ഒരുപാട് വസ്തുതകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ പ്രോപ്പർലി ഓഡിറ്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായി. അപ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ആശുപത്രിയിൽ തന്നെ ഈ രജിസ്റ്റേഴ്സൊക്കെ ഇൻകംപ്ലീറ്റ്, ഒരു അഡ്മിഷൻ രജിസ്റ്റർ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പകുതിയേ എഴുതിയിട്ടുള്ളൂ, പിന്നെ ഡേറ്റ് വൈസ് നോക്കുമ്പോൾ ഒന്നും എഴുതിയിട്ടില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഓഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നന്നായിട്ട് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ആശുപത്രിയൊക്കെ ആണെങ്കിൽ മാത്രമേ പ്രോപ്പർലി ഓഡിറ്റിംഗ് ഒക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ വാർഡിലൊക്കെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു അഡ്മിഷൻ പേഷ്യൻ്റ് ഒന്ന് അഡ്മിഷൻ രജിസ്റ്ററിൽ എഴുതിയോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഡിസ്ചാർജ് രജിസ്റ്ററിൽ എഴുതിയോ. അപ്പോൾ ഒരു പേഷ്യൻ്റ് എത്രമാത്രം അവിടെ വന്നെന്ന് കണക്ക് കാണിക്കണമെങ്കിൽ ഓരോ പേഷ്യൻ്റിനും അഡ്മിഷൻ രജിസ്റ്റർ ഇൻക്ലൂഡ് ചെയ്താലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് ഉത്തരവാദിത്തമുള്ള ആൾക്കാർ അവിടെ ജോലി ചെയ്യണം അല്ലേ. ഒരാളതങ്ങ് എഴുതിയില്ല, മറന്നു പോയെന്ന് നാളെയെങ്കിലും വന്ന് ഓർക്കുമ്പോഴെങ്കിലും വന്ന് എഴുതണം. അല്ലെങ്കിൽ എന്താ, ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് തെറ്റ് വരാനുള്ള സാധ്യതയുണ്ടാകാം. അതാണ് പറയുന്നത്. ഡീൽസ് വിത്ത് എ ലാർജ് നമ്പർ ഓഫ് ഇൻഫർമേഷൻ ദെൻ ഓൺലി ഇവാലുവേറ്റ് റെക്കോർഡ് കീപ്പിംഗ്. അതായത് പിന്നൊരു കാര്യമുണ്ട്, ഓരോരുത്തരോടും ചെന്ന് ചോദിക്കുന്നില്ല നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച എത്ര പേരോട് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച എത്ര അഡ്മിഷൻ വന്നു. ആരോരും ഫേസ് ടു ഫേസ് ചെന്ന് ഇൻ്റർവ്യൂ നടത്തിയോ ക്വസ്റ്റ്യൻ ചോദിച്ചോ ഒന്നും അല്ല ഇത് മനസ്സിലാക്കുന്നത്. ഓൺലി വാട്ട് എവർ ഈസ് റിട്ടൺ ഇൻ ദ റെക്കോർഡ് ഓർ വാട്ട് എവർ ഈസ് റിപ്പോർട്ടഡ് ഇൻ ദ റെക്കോർഡിൽ നിന്നാണ് ഇതെല്ലാം മനസ്സിലാക്കി ഓഡിറ്റിംഗ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഒൺലി ഇവാലുവേറ്റ് റെക്കോർഡ് കീപ്പിംഗ്. അപ്പോൾ അതിൻ്റെ ഇത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് പ്രോപ്പർലി റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റം ഒരു ആശുപത്രിയിൽ ഇല്ലെങ്കിൽ അവിടെ ഓഡിറ്റ് ചെയ്താലും ശരിയായ ഒരു ഇൻഫർമേഷൻ ആയിരിക്കത്തില്ലല്ലോ അവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരാളുടെ അഡ്മിഷൻ അങ്ങ് എഴുതാൻ മറന്നുപോയി, അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു റെസ്പോൺസിബിൾ സിസ്റ്ററാണ്, അവരിങ്ങനെയുള്ള കാര്യത്തിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അവരുള്ളപ്പോഴൊന്നും എൻ്റർ ചെയ്യുന്നില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ എൻട്രി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് നോട്ട് ദെയർ അല്ലേ. അപ്പോൾ പിന്നെ ഓഡിറ്റ് ചെയ്യുന്നതിനകത്ത് ചെയ്തുകൊണ്ടും വല്ല പ്രയോജനം എന്തെങ്കിലും ഉണ്ടോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ടീം വർക്കും കൂടെ ആണ്. ഈവൻ ദോ ഓഡിറ്ററാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ ആ ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് വരണമെങ്കിൽ മറ്റുള്ളവരും കൂടെ കോപ്പറേറ്റ് ചെയ്യണം, അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകണം. അല്ലെങ്കിൽ ഓഡിറ്റർക്ക് ഓഡിറ്റിങ് ശരിക്കും ചെയ്യാൻ പറ്റും, പക്ഷേ അയാൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് അയാൾ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻഫർമേഷൻ റോങ് ആണെങ്കിൽ പിന്നെ ഈ വലിയ ഓഡിറ്റിങ് ചെയ്തിട്ട് എന്ത് പ്രയോജനം, അങ്ങനെ വരില്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മെനി ഓഫ് ദ കമ്പോണൻസ് ഓവർലാപ്പ് മേക്കിംഗ് ദ അനാലിസിസ് ഡിഫിക്കൽട്ട്. അതായത് ചിലപ്പം ചില ഇൻഫർമേഷനൊക്കെ ഓവർലാപ്പ് ചെയ്യുകയും അവിടെ എഴുതി ഇവിടെ എഴുതി ആ പേഷ്യൻറ്റിനെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അക്യുറേറ്റ് ആയിട്ടൊക്കെ ചെയ്യാൻ കഴിയാതെയൊക്കെ പോകും, ഓവർലാപ്പിങ് വരുന്നുണ്ട്. മനസ്സിലായോ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. മെനി ഓഫ് ദി കമ്പോണൻസ് ഡെവലപ്പ് മേക്കിംഗ് ദ അനാലിസിസ് ഡിഫിക്കൽട്ട്. പിന്നെ ഇനി ഒരു ഓഡിറ്റ് കമ്മിറ്റി എന്നും പറഞ്ഞ ഓരോ ആശുപത്രിയിലും ആൾക്കാരുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് ആ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനകത്ത് ആരൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ബി മെയ്ഡ് ബിഫോർ ക്യാരിങ് ഔട്ട് ഓഡിറ്റ്. ഓഡിറ്റ് ചെയ്യുന്നത് ഓഡിറ്റ് കമ്മിറ്റി ഉണ്ടാക്കിയതിന് ശേഷം അവരാണ് ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യമേ ഓഡിറ്റിങ്ങിന് മുമ്പേ തന്നെ ഈ സംഭവം നടക്കണമല്ലോ. സോ ദ ഫോർമേഷൻ ഓഫ് ദി ഓഡിറ്റ് കമ്മിറ്റി ഷുഡ് ഒക്കർ പ്രയർ ടു സ്റ്റാർട്ടിങ് ദ ഓഡിറ്റ് അല്ലേ. പിന്നെ അടുത്തത് ഷുഡ് ബി കംപ്രൈസ്ഡ് ഓഫ് മിനിമം 5 members. അല്ല, മിനിമം ഒരു 5 ആൾക്കാരെങ്കിലും അതിലുണ്ടാകണം. പിന്നെ ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഈച്ച് മെമ്പർ വിൽ റിവ്യൂ മോർ ദാൻ 10 പേഷ്യൻസ് ഈച്ച് മന്ത്. അതായത് റാൻഡത്തിൽ ആയിരിക്കാം, എന്നാലും എടുക്കുന്ന ഒരു മാസം. അതായത് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ദാറ്റ് ഈച്ച് മെമ്പർ വിൽ റിവ്യൂ നോട്ട് മോർ ദാൻ 10 പേഷ്യൻസ് ഈച്ച് മന്ത്. അതായത് ഓരോ മാസം വന്നൊരു 10 പേഷ്യൻറ്റിനെ എടുത്തേ ഓഡിറ്റിങ് നടത്താറുള്ളൂ. മനസ്സിലായോ. അപ്പം ഓരോ മാസവും 10 പേഷ്യൻസിൻ്റെ ഓഡിറ്റിങ്ങേ അവർ ചെയ്യത്തുള്ളൂ. കാരണം അല്ല ഒരുപാട് ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ റാൻഡം ബേസിസിൽ എടുക്കുന്ന പോലെ തന്നെ ഏതെങ്കിലും 10 പേഷ്യൻ്റ് എടുത്ത് അവർ ചെയ്യുക. അതേസമയം ഇഫ് ദെയർ ഈസ് ലെസ് ദാൻ 50 ഡിസ്ചാർജസ് പെർ മന്ത്
ഓൾ റെക്കോർഡ്സ് മേ ബി ഓഡിറ്റഡ്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എല്ലാ ഓഡിറ്റിങ്ങും നടത്തേണ്ടി വരും. അതാണ് ഇതിൻ്റെ ഓഡിറ്റ് കമ്മിറ്റിയുടെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ ഓഡിറ്റ് കമ്മിറ്റി മനസ്സിലായല്ലോ. ഇനി ഓഡിറ്റിംഗ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഇൻവോൾവ് 6 steps ആസ് ഗിവൺ ബിലോ. അതിന് ഓഡിറ്റിംഗ് പ്രോസസ്സിനകത്ത് മെയിൻലി 6 സ്റ്റെപ്പാണ് ഉള്ളത്. അത് ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ ക്രൈറ്റീരിയ ഫോർ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ. ഡിഫൈൻ ദ ക്രൈറ്റീരിയ ഓഫ് ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ. അതായത് നല്ല ക്വാളിറ്റിയുള്ളൊരു പേഷ്യൻ്റ് കെയർ ആണ് അവിടെ കൊടുക്കുന്നതെങ്കിൽ അത് ചില ക്രൈറ്റീരിയാസ് ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ക്രൈറ്റീരിയ എല്ലാം വെച്ച് വേണം ആ ആശുപത്രിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് നഴ്സിംഗ് കെയർ തീരുമാനിക്കാൻ. മനസ്സിലായി? അതാണ് പറയുന്നത് ഡിഫൈൻ ദ ക്രൈറ്റീരിയ ഫോർ ക്വാളിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ. ദെൻ സ്റ്റഡി ആക്ച്വൽ പ്രാക്ടീസസ് ഇൻ ദ വാർഡ്. അതായത് ഒരു സ്റ്റാൻഡേർഡ് വെച്ചാലും വാർഡിൽ എന്താ അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടോ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണോ പേഷ്യൻ്റ് കെയർ അവിടെ നടക്കുന്നതെന്നും കൂടെ നോക്കണം. മനസ്സിലായോ? ദെൻ അതാണ് ആദ്യമേ ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് വെക്കുന്നു, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കെയർ കൊടുക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വാർഡിൽ ചെന്നിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, ഏത് തരം കെയർ ആണ് കൊടുക്കുന്നതെന്ന് നോക്കുക. അതായത് നേരത്തെ തീരുമാനിച്ച് വെച്ച പോലെ ആണോ കൊടുക്കുന്നത്, അതോ അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്താണോ കൊടുക്കുന്നതെന്ന് നോക്കുക. പിന്നെ കമ്പയർ ദ ഡിഫൈൻഡ് ക്രൈറ്റീരിയ ആൻഡ് ആക്ച്വൽ പ്രാക്ടീസ്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആ ഡിഫൈൻഡ് ക്രൈറ്റീരിയയും നേരത്തെ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയയും നടക്കുന്നതും തമ്മിൽ വ്യത്യാസം വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഇത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെ ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് അപ്രോപ്രിയേറ്റ്ലി ഫിൽ ദ ഗ്യാപ്പ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ 10:1 എന്നുള്ള റേഷ്യോയിലാണ് ഒരു പേഷ്യൻറ്റിന് കൊടുക്കണമെന്ന് അവർ തീരുമാനിച്ചെന്നിരിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ച് ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല കെയർ കിട്ടണമെങ്കിൽ അവിടെ ഓരോ 10 പേഷ്യൻറ്റിനും ഒരു നേഴ്സ് എന്നുള്ള തരത്തിൽ കൊടുക്കണം എന്നാണ് തീരുമാനിച്ച് വെച്ചേക്കുന്നതെങ്കിൽ, പക്ഷേ അവിടെ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട്. 15 പേഷ്യൻറ്റിനെ നോക്കാൻ ഒരു സ്റ്റാഫേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാകും നമ്മൾ ഡിസൈഡ് ചെയ്തതും നടക്കുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന്. അങ്ങനെ അതിൽ നിന്നുള്ള ഗ്യാപ്പ് പറയാമെന്ന് പറയുമ്പോൾ അപ്പം പേഷ്യൻ്റ് ഇഫക്റ്റീവ് കെയർ കിട്ടണമെന്നില്ലല്ലോ. ഒരു നേഴ്സ് 10 പേഷ്യൻറ്റിനെ നോക്കുന്നതും 15 പേഷ്യൻറ്റിനെ നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? അത്രയും 15 പേഷ്യൻറ്റിനെ നോക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് കുറച്ച് അറ്റൻഷനേ കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റാൻഡേർഡിനെ അത് നെഗറ്റീവ്ലി ബാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഗ്യാപ്പ് കണ്ടുപിടിച്ചിട്ട് ആ ഗ്യാപ്പ് പിന്നെ ഫുൾഫിൽ ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം ഓരോ ദിവസവും എത്ര നേഴ്സുകൾ വർക്ക് ചെയ്തെന്നും അവരുടെ ക്രൈറ്റീരിയ എന്തായിരുന്നെന്നും ഒക്കെ നോക്കണമെങ്കിൽ ഓരോ ദിവസവും എത്ര വർക്ക് ചെയ്തു, അറ്റൻഡൻസ് രജിസ്റ്ററും ഒക്കെ എടുത്താലേ അറിയത്തുള്ളൂ എത്ര പേര് അവിടെ ജോലി ചെയ്തു ഓരോ ദിവസവും, അത് തീരുമാനിച്ചതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്, ഇങ്ങനെ നോക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ജോലികളൊക്കെയാണ് കൂടുതലും ഓഡിറ്ററുടെ ഷോൾഡറിൽ വരുന്നത്. ഓക്കെ. പിന്നെ മെത്തേഡ്സ് ഓഫ് ഓഡിറ്റിങ് എന്താണെന്ന് ചോദിച്ചാൽ 2 തരം ഓഡിറ്റ് ഉണ്ട്. ഒന്ന് ഈസ് റെട്രോസ്പെക്റ്റീവ് വ്യൂ, രണ്ടാമത്തേന് കൺസ്ട്രക്റ്റ് വ്യൂ എന്ന് പറയും. കൺകറൻറ്റ് വ്യൂ എന്നും പറയും. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ റെട്രോസ്പെക്റ്റീവ് വ്യൂ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡെപ്ത് അസസ്മെൻറ്റ് ഓഫ് ക്വാളിറ്റി ആഫ്റ്റർ ദ പേഷ്യൻറ്റ് ഹാസ് ബീൻ ഡിസ്ചാർജ്ഡ്. അതായത് പേഷ്യൻ്റ് ആശുപത്രിയിലൊക്കെ വന്നു കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഒക്കെ കിട്ടി അവരങ്ങ് ഡിസ്ചാർജ് ചെയ്ത് പോയി, അതിനുശേഷവും ആ പേഷ്യൻറ്റിനെ പറ്റി ഓഡിറ്റ് നടത്താൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും രജിസ്റ്ററിലും ബുക്കിലും ഒക്കെ കാണും. അപ്പോൾ പേഷ്യൻ്റ് ഇല്ലാത്തപ്പോഴായിരിക്കും ആ ഓഡിറ്റിങ്, ആ പേഷ്യൻ്റെ കൺസേണിങ് ഓഡിറ്റ് നടക്കുന്നത്. അതേപോലെ തന്നെ പേഷ്യൻ്റ് ആശുപത്രിയിൽ ഉള്ളപ്പോൾ തന്നെയും ഓഡിറ്റ് നടത്താം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കൺകറൻറ്റ് റിവ്യൂ. ദാറ്റ് ഈസ് ഇവാലുവേഷൻ കണ്ടക്റ്റഡ് ഓൺ ബിഹാഫ് ഓഫ് പേഷ്യൻസ് ഹു ആർ അണ്ടർഗോയിങ് കെയർ. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടുമാണ്. അപ്പോൾ പേഷ്യൻ്റ് ഒരു ആശുപത്രിയിലുള്ളപ്പോൾ അവരുള്ളപ്പോൾ തന്നെ ഓഡിറ്റ് നടത്തുന്നതിന് കൺകറൻറ്റ് റിവ്യൂ എന്നും പറയും. ഇൻട്രോസ്പെക്റ്റീവ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് നേരത്തെ ഹോസ്പിറ്റലിൽ വന്ന് 6 മാസം മുമ്പ് കിടന്നൊരു പേഷ്യൻ്റാണ്, പേഷ്യൻ്റ് ഡിസ്ചാർജ് വാങ്ങിച്ച് വീട്ടിൽ പോയി, എന്നാലും ആ പേഷ്യൻറ്റിനെ പറ്റി ഓഡിറ്റിങ്ങിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ഓഡിറ്റ്. അപ്പം ഇനി നമ്മൾ ഇതിനെപ്പറ്റി ഇതിൻ്റെ ഓഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് വളരെ വലിയൊരു സിസ്റ്റം. നമുക്ക് നമ്മുടെ ഇതുമായിട്ട് നേഴ്സിംഗ് ഓഡിറ്റ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് കുറേ റെസ്ട്രിക്റ്റഡ് ആണ്, ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് ഓഡിറ്റിങ്ങും പഠിച്ചു. ഓക്കെ. പ്രത്യേകം വെറും ഓഡിറ്റിംഗ് അല്ല, നേഴ്സിംഗ് ഓഡിറ്റ്. ഓക്കെ. അപ്പോൾ അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തേക്കുന്നത്? മെയിൻലി നമ്മൾ മെത്തേഡ്സ് പഠിച്ചു, അതിൻ്റെ നേഴ്സിംഗ് പ്രോസസ്സ് പഠിച്ചു, ഓഡിറ്റ് കമ്മിറ്റി എന്താണെന്ന് പഠിച്ചു, പിന്നെ നേഴ്സിംഗ് ഓഡിറ്റിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പഠിച്ചു, പിന്നെ നേഴ്സിംഗ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ആരാണെന്ന് പഠിച്ചു, പിന്നെ എന്തെല്ലാം തരത്തിലുള്ള ഓഡിറ്റ് ഉണ്ടെന്ന് പഠിച്ചു, ഓഡിറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ പർപ്പസസ് എന്താണെന്ന് പഠിച്ചു, ഡെഫിനിഷന്, മീനിങ്, കോൺസെപ്റ്റ്, ഇതെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം ഇത് നമ്മൾ പലപ്പോഴും നമ്മളെ ജോലിക്ക് പോകുമ്പോൾ പല വാർഡിലും ഒക്കെ ചെല്ലുന്നോണ്ടേ നമുക്ക് മനസ്സിലാകും. നമുക്ക് പലപ്പോഴും എന്തുകൊണ്ടാണ് നമ്മൾ റെക്കോർഡ് കീപ്പ് ചെയ്യുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, റിപ്പോർട്ട് എഴുതുന്നത് എന്തിനാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്
നമ്മളായിട്ട് പലരും ഇൻസിസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ ചെയ്തില്ലെങ്കിൽ പലരും സ്കോൾഡ് ചെയ്യാറുണ്ട്, ഹെഡ് നേഴ്സും നേഴ്സിംഗ് സൂപ്രണ്ടും അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ടും ഒക്കെ. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിന് ഇങ്ങനെയുള്ള കാര്യകാരണങ്ങൾ സഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന റിപ്പോർട്ട്സിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ടാണ് റിപ്പോർട്ട്സും റെക്കോർഡും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരും പിന്തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. പണ്ടൊക്കെ ബുക്കിലും പുസ്തകത്തിലൊക്കെ ബുക്കിലൊക്കെ ആയിരുന്നു, രജിസ്റ്റേഴ്സിലൊക്കെ ആയിരുന്നു എഴുതി. ഇപ്പോൾ കമ്പ്യൂട്ടർ ഉണ്ടല്ലോ, അതിനകത്തെല്ലാം അങ്ങ് ഫീഡ് ചെയ്യുക ചെയ്യുന്നത്. മനസ്സിലായി? അപ്പോൾ അതിൽ നിന്ന് വേണ്ട ഇൻഫർമേഷനും വേണ്ട ഡേറ്റയും കിട്ടും പ്രോപ്പർലി ഓപ്പറേറ്റ് ചെയ്താൽ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓഡിറ്റിങ് വളരെ ഈസി ആകും. ഓക്കെ. അപ്പം ഈ പറയുന്ന നേഴ്സിംഗ് ഓഡിറ്റ് എന്നൊക്കെ പറയുന്നത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഷോർട്ട് നോട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈവൻ എസ് എ ക്വസ്റ്റ്യനായിട്ടും ചോദിക്കാം. അത്രയും കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ.